അസ്സലാമലൈക്കും, ഞാൻ ഷഹന. നിങ്ങൾ വടദോശ കഴിച്ചിട്ടുണ്ടോ? ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ അധികം ഓയിൽ യൂസ് ചെയ്യാതെ ഉഴുന്നുവടേൻ്റെ അതേ ടേസ്റ്റിൽ റെഡിയാക്കിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് ഉഴുന്നും 1.5 ടീസ്പൂൺ ഉലുവയും നല്ലതുപോലെ കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 4-5 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉഴുന്ന് കുതിർക്കാൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളവും കൂടി കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഉഴുന്ന് ചൂടാകാതിരിക്കാനാണ് കേട്ടോ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നത്. ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് റവയാണ്. അപ്പം ഞാൻ 1 കപ്പ് റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ ഉഴുന്ന് കുതിർക്കാൻ വെച്ച വെള്ളം കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് രാത്രിയിലാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും മാവ് നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കായപ്പൊടിയും കൂടി ഈ മാവിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനിയൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കടുക് താളിച്ചതും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വടദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പാൻ വേണ്ട കേട്ടോ, സാധാ പാനായാലും എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഈ പാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാൻ എടുത്തത്. ഇനി ഓരോ കയ്യിൽ മാവ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് അധികം പരത്തി കൊടുക്കണ്ട കേട്ടോ, അത്യാവശ്യം കട്ടിയിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇനി 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കവർ ചെയ്ത് താഴെ വശം ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ താഴെ വശം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൂടി മൊരിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അകം വശം അധികം കുക്കാകാതെ വരും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വടദോശ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഉഴുന്നുവടേൻ്റെ അതേ ടേസ്റ്റിൽ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ റെഡിയാക്കിയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകണമെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതുപോലുള്ള കുറേ റെസിപ്പി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.